നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ലോകചരിത്രത്തിൽ കഴിഞ്ഞ 4-5 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 5-6 വിപ്ലവങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇംഗ്ലണ്ട് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, അതുപോലെ ചൈനീസ് വിപ്ലവം തുടങ്ങിയിട്ടുള്ള 4-5 വിപ്ലവങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ക്ലാസ്സുകൾ നല്ല രീതിയിൽ എല്ലാവരും ശ്രവിക്കുക. ഇന്ന് നമ്മൾ മറ്റൊരു 1-ാം ലോക മഹായുദ്ധവും സാമ്രാജ്യത്വം എന്നുള്ള ഭാഗമാണ്. ലോകചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കി പോവുക. അതുപോലെ MSU ടോക്സിൻ്റെ ഓൺലൈൻ 8th മുതൽ 10th വരെയുള്ള ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ അധികം വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചരിത്രത്തിൽ ലോകത്തെ മാറ്റിമറിച്ചൊരു സംഭവമാണ് 1-ാം ലോക മഹായുദ്ധം എന്ന് നമ്മൾ പറഞ്ഞു. ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്രാജ്യത്വം. ഇതിന് തൊട്ട് മുമ്പ് 1-ാം ലോക മഹായുദ്ധത്തിന് തൊട്ട് മുമ്പ് നടന്നൊരു സംഭവമായിരുന്നു സാമ്രാജ്യത്വം. ഇത് കാരണത്താലാണ് 1-ാം ലോക മഹായുദ്ധം നടന്നതെന്നൊക്കെ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു, തൊട്ട് മുമ്പ് പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ സാമ്രാജ്യത്വത്തിന് ഏറ്റവും കൂടുതൽ കിടപിടിച്ചിരുന്നത് എന്തിൽ നിന്നായിരുന്നു? വ്യാവസായിക വിപ്ലവത്തിൽ നിന്നായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒന്ന് വ്യാവസായിക വിപ്ലവമായിരുന്നു. ഈ വ്യാവസായിക വിപ്ലവം തുടങ്ങുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. എപ്പോഴാണ്? 18-ാം നൂറ്റാണ്ടിലാണ്. ഈ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് എവിടെയാണ്? ബ്രിട്ടനിലോ. ഈ വാക്ക് വ്യാവസായിക വിപ്ലവം എന്നുള്ള ഈ വാക്ക് അതിൻ്റെ ഉൽപ്പത്തി ഫ്രഞ്ച് എഴുത്തുകാരിൽ നിന്നാണെങ്കിലും ഇതിന് പ്രചാരം കിട്ടാൻ അർണോൾഡ് റാംബി എന്ന ചരിത്രകാരനാണ് കൂടുതൽ സഹായിച്ചത്. ആരാണ്? അർണോൾഡ് റാംബി. ഇദ്ദേഹത്തിൽ നിന്നാണ് വ്യാവസായിക വിപ്ലവം എന്നുള്ളത് കൂടുതലായിട്ട് സഹായിച്ചത്, കൂടുതലായി പ്രചരണം നൽകാൻ സഹായിച്ചത്. ഇതിൽ നിന്നാണ്, ഈ ഒരു വ്യാവസായിക വിപ്ലവത്തിൽ നിന്നാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു ഭീകരാവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുപോയൊരു വിപ്ലവമാണ് വ്യാവസായിക വിപ്ലവം. എങ്ങനെ? സാമ്രാജ്യത്വം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭീകരാവസ്ഥയായിരുന്നു അത്. എന്ത് ഈ വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞാൽ, അത് ഇവിടെ വ്യാവസായിക വിപ്ലവം നടക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാകും, ഉൽപ്പന്നങ്ങൾ ധാരാളം പ്രൊഡക്റ്റ് ചെയ്യും, പ്രൊഡക്റ്റുകൾ കൂടുതലായിരിക്കും. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് വിറ്റഴിക്കാൻ ഒരുപാട് കമ്പോളങ്ങൾ ഉണ്ടല്ലോ. ഈ ഒരുപാട് കമ്പോളങ്ങൾ ആവശ്യമുണ്ട സമയത്ത് അതിനെന്താക്കണം? ധാരാളം സ്ഥലം വേണം, അല്ലെങ്കിൽ ധാരാളം രാജ്യങ്ങൾ പിടിച്ചെടുക്കണം. അങ്ങനെ ഒരുപാട് കമ്പോളങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ധാരാളം രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ അവിടെ ഒരു യുദ്ധം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം യുദ്ധങ്ങൾ നടക്കും. അങ്ങനെ ഈ സാമ്രാജ്യത്വം എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതത് കാലഘട്ടങ്ങളിലെ ഭരണാധികാരികൾ അതിതീവ്ര ദേശീയത കുത്തിവെക്കാൻ ശ്രമിച്ചു. എങ്ങനെ? നമ്മൾ പറഞ്ഞു, ധാരാളം ഉൽപ്പന്നങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ ഉൽപ്പന്നങ്ങളെല്ലാം അവിടേക്ക് വിറ്റഴിക്കേണ്ട ആവശ്യമുണ്ട്. അതിനെന്ത് വേണം? വിറ്റഴിക്കണമെങ്കിൽ ധാരാളം കമ്പോളങ്ങൾ വേണമല്ലോ. ഈ കമ്പോളങ്ങൾ വേണമെങ്കിൽ ധാരാളം രാജ്യങ്ങൾ പിടിച്ചെടുക്കണം, എങ്കിലേ മാത്രമേ അവിടെയൊക്കെ കമ്പോളങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ധാരാളം രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാമ്രാജ്യത്വം എന്നുള്ള പേരിൽ ഇവിടെ ധാരാളം രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇതിനെ നിലനിർത്തണം. ഈ ഒരു ആശയം, സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഈ ആശയം അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഓരോ കാലഘട്ടങ്ങളിലെ ഭരണാധികാരികളും, ഇപ്പോൾ ആ ഒരു 18-ാം നൂറ്റാണ്ടിലെ ഭരണാധികാരിയാണെങ്കിൽ, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിലെ ഭരണാധികാരിയാണെങ്കിൽ അവിടെ അതിതീവ്ര ദേശീയത കുത്തിവെക്കുകയാണ്. ദേശീയത എന്ന് പറയുന്ന ഒരു വലിയൊരു മരുന്നിനെ ഓരോ ജനങ്ങളുടെ മനസ്സിലേക്കും കുത്തിവെക്കുകയാണ്. അങ്ങനെ സാമ്രാജ്യത്വത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഒന്ന് അതിതീവ്ര ദേശീയത എന്ന് പറയുന്നത്. മറ്റൊന്നോ അത് ചൂഷണമാണ്. ചൂഷണവും ദേശീയതയും, ഇത് രണ്ടും ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കുത്തിവെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സാമ്രാജ്യത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിതീവ്രത ദേശീയതയും സംഘർഷവും ലോകത്ത് ഒരുപാട് പ്രതിസന്ധികളിലേക്ക് കൊണ്ടെത്തിച്ചു ലോകത്തെ. ഇതെല്ലാം ഒരു യുദ്ധത്തിൻ്റെ അടുത്തെത്തും, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു വക്കത്തിലെത്തും. പക്ഷെ യുദ്ധം ഉണ്ടാവില്ല, പക്ഷേ യുദ്ധസമാന സാഹചര്യങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അതോടുകൂടെ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സാമ്രാജ്യത്വത്തിൻ്റെ പേരിൽ പ്രധാനപ്പെട്ട കുറച്ച് പ്രസ്ഥാനങ്ങൾ കടന്നു വരാൻ തുടങ്ങി. അതിൽപ്പെട്ട ഒന്നാണ് പാൻസ്ലാവ് പ്രസ്ഥാനം അഥവാ അഖില സ്ലാവ് പ്രസ്ഥാനം. ഇത് എന്തിൻ്റെ പ്രസ്ഥാനമാണ്? റഷ്യയുടെ പ്രസ്ഥാനമാണ്. പാൻസ്ലാവ് എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇതെന്തിനാണ്?
ഇത് റഷ്യ എന്തിനാണ് പാൻസ്ലാവ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നത്? യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങൾ, അതുപോലെ ബൾക്കർ മേഖലയിലെ രാജ്യങ്ങളൊക്കെ എന്താക്കണം, ഇവരുടെ കൂട്ടത്തിൽ, ആരുടെ കൂട്ടത്തിൽ? റഷ്യയുടെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞു ഇതെന്തിനാണ്? വ്യാവസായികം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പോളങ്ങൾ സൃഷ്ടിക്കലാണ്. അങ്ങനെ ഇവരുടെ ഭാഗത്ത് നിന്നാൽ മാത്രം ഇവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളെ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യൂറോപ്പിൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള അല്ലെങ്കിൽ ബൾക്കർ മേഖലയുള്ള രാജ്യങ്ങളൊക്കെ എന്താക്കണം, ഇവരുടെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് റഷ്യ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സെർബേറിയ, ഗ്രീക്ക്, ബൾഗേറിയ. ഏതൊക്കെ? ഗ്രീക്ക്, സെർബേറിയ, ബൾഗേറിയ എന്ന് പറയുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളൊക്കെ തങ്ങളുടെ കീഴിൽ നിർത്തിയാൽ മാത്രമേ തങ്ങളുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമാക്കി തീർക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആ ഒരു ഭാഗത്തുള്ള വംശജർ അറിയപ്പെടുന്ന പേരായിരുന്നു സ്ലാവ് വംശജർ. ഏത്? സ്ലാവ് വംശജർ. ഓക്കെ, ഇത് എന്താക്കി ഇവരുടെ ദേശീയത, ഈ സ്ലാവ് വംശജരുടെ ദേശീയത ഉയർത്തിപ്പിടിച്ചായിരുന്നു റഷ്യയുടെ പാൻസ്ലാവ് പ്രസ്ഥാനം എന്തായിരുന്നത് മുന്നോട്ട് പോയത്. പിന്നെ ഒരു പ്രസ്ഥാനമായിരുന്നു ജർമ്മനിയുടെ പ്ലാൻ ജർമ്മൻ എന്ന് പറയുന്ന പ്രസ്ഥാനം. പ്ലാൻ ജർമ്മൻ എന്ന് പറയുന്ന പ്രസ്ഥാനം. ഈ പ്ലാൻ ജർമ്മൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം യൂറോപ്പിൻ്റെ മധ്യഭാഗത്തുള്ള ആളുകളെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. മധ്യഭാഗത്തുള്ള ആളുകളെ ലക്ഷ്യം വെച്ചായിരുന്നു. അവിടെയുള്ള വംശജർ അറിയപ്പെട്ടായിരുന്നു ട്യൂട്ടോണിക്. ഏത്? ട്യൂട്ടോണിക് എന്ന് പറയുന്ന വംശജരായിരുന്നു മധ്യഭാഗത്ത്, യൂറോപ്പിൻ്റെ മധ്യഭാഗത്ത്. കിഴക്കൻ ഭാഗത്തുള്ള അറിയപ്പെട്ട എന്താണ്? സ്ലാവ്. മധ്യഭാഗത്ത് ട്യൂട്ടോണിക്. പിന്നെയുള്ള ഒരു പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം. ഏത്? പ്രതികാര പ്രസ്ഥാനം. അതിന് രൂപം കൊടുത്താരാണ്? ഫ്രാൻസ് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം. ആരൊക്കെ തമ്മിലാണ് പ്രതികാരം? ആർക്കാണ് പ്രതികാരം? ഫ്രാൻസിനാണ് പ്രതികാരം. ആരോടാണ് പ്രതികാരം? ജർമ്മനിയോടാണ് പ്രതികാരം. ആരോടാണ്? ജർമ്മനിയോടാണ് പ്രതികാരം. ഈ ജർമ്മനിയോടുള്ള പ്രതികാരം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതെ, ജർമ്മനിക്കെതിരെ 1871 ഫ്രാൻസിൻ്റെ കുറേ പ്രദേശം എന്താക്കി? ജർമ്മനി പിടിച്ചെടുത്തിട്ടുണ്ട്. ജർമ്മനിക്കെതിരെയാണ് ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. 1871 ധാരാളം ഫ്രാൻസിൻ്റെ പ്രദേശങ്ങളെ എന്താക്കി? ജർമ്മനി പിടിച്ചെടുത്തു. ഈ പ്രദേശങ്ങളെല്ലാം ജർമ്മനി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം എന്നുള്ള പേരിൽ അവരോട് പോരാടാൻ വേണ്ടിയിട്ട് പ്രതികാര പ്രസ്ഥാനം എന്നുള്ള പേരിൽ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചത്. ആര്? ഫ്രാൻസുകാർ. ആർക്കെതിരെയാണ്? ജർമ്മനിക്കെതിരെ. ഓക്കെ, എന്തായിരുന്നു കാരണം? എന്തായിരുന്നു? ഇവരുടെ രാജ്യങ്ങളിൽ നിന്ന് പല പ്രദേശങ്ങളും ജർമ്മനി പിടിച്ചെടുത്തു, അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ ചർച്ച ചെയ്യാനുള്ളത് സാമ്രാജ്യത്വ ശക്തികൾ. ഈ സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള സംഘർഷം അതെന്താക്കി? നമ്മൾ നേരത്തെ പറഞ്ഞു ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാക്കി. അതെന്ത്? യുദ്ധത്തിൻ്റെ വക്ക് വരെ എത്തി. യുദ്ധത്തിൻ്റെ കോലാഹലങ്ങളൊക്കെ വന്ന് ഒരുമിച്ച് കൂടി. പക്ഷേ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും അതുവരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായപ്പോൾ സാമ്രാജ്യ ശക്തികൾ കാരണം ഉണ്ടായ ഒരു പ്രധാന പ്രതിസന്ധിയായിരുന്നു മൊറോക്കൻ പ്രതിസന്ധി. ഏത്? മൊറോക്കൻ പ്രതിസന്ധി. ഈ മൊറോക്കോ എന്ന് പറയുന്നത് എവിടെയാണ്? അത് ആഫ്രിക്കയിലാണ്, നമുക്കറിയാം. പക്ഷേ യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധിയായിരുന്നു മൊറോക്കൻ പ്രതിസന്ധി. യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധിയാണ് മൊറോക്കൻ പ്രതിസന്ധി. അതായത് ഈ മൊറോക്കോ എന്ന് പറയുന്ന പ്രദേശം എന്താക്കി? അത് ബ്രിട്ടൻ അംഗീകരിച്ചിട്ട് ആരുടെ കയ്യിലായിരുന്നു? ഫ്രാൻസിൻ്റെ അധികാരത്തിലായിരുന്നു. ബ്രിട്ടൻ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ്റെ അംഗീകാരത്തോടുകൂടെ ഫ്രാൻസിൻ്റെ അധികാരത്തിലാണ് മൊറോക്കോ ഉള്ളത്. എന്നാൽ ഇതിൽ മൊറോക്കോയിലെ ഒരുപാട് പ്രദേശങ്ങൾ എന്താക്കി? ജർമ്മനി അവകാശം ഉന്നയിച്ചു. ഓൾറെഡി ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ പ്രശ്നത്തിലാണ്. ഇതോടുകൂടെ തന്നെ മൊറോക്കോയിലെ ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ കീഴിലാണ്, ഞങ്ങളുടെ അധീനതയിലുള്ളതാണെന്നും പറഞ്ഞിട്ട് ജർമ്മനി എന്താക്കി? അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് എത്തി. ഏത്? ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ. ആരൊക്കെ? ജർമ്മനിയും ഫ്രാൻസും. മൊറോക്കോ പ്രതിസന്ധി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലെന്ന് പറഞ്ഞാൽ ഏതാണ്? ജർമ്മനിയും ഫ്രാൻസും. അങ്ങനെ ഈ ജർമ്മനിയും ഫ്രാൻസും യുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തിയെങ്കിലും അവസാനം ഈ രണ്ട് രാജ്യവും തമ്മിൽ എന്താക്കി? അത് തന്നെ പരിഹരിച്ചു. അതിലെ ചില പ്രദേശങ്ങൾ എന്താക്കി? ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഒരു സമാധാന രൂപത്തിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇതെവിടെയാണ്? മൊറോക്കോ എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ്. പക്ഷേ യൂറോപ്പിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് പ്രതിസന്ധികൾ നടക്കുന്നത്. ആരൊക്കെയാണ് ആ രാജ്യങ്ങൾ? ജർമ്മനിയും ഫ്രാൻസുമാണ്.
അങ്ങനെ സാമ്രാജ്യ ശക്തികൾ കാരണം ഉണ്ടായ ഒരു വല്ലാത്ത പ്രതിസന്ധിയായിരുന്നു മൊറോക്കൻ പ്രതിസന്ധി. അങ്ങനെ മറ്റൊരു പ്രതിസന്ധിയാണ് ബാൽക്കൺ പ്രതിസന്ധി. ഏത്? ബാൽക്കൺ പ്രതിസന്ധി. ഇത് യൂറോപ്പിലെ ഒരു പ്രദേശമാണ്. ഏത്? ബാൽക്കൺ എന്ന് പറയുന്നത് കിഴക്കൻ പ്രദേശമാണ് ബാൽക്കൺ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് എന്തുണ്ട്? തുർക്കിക്ക് കുറച്ച് പ്രദേശമുണ്ട്. ഓക്കെ. അങ്ങനെ ഈ ഭാഗത്തുള്ള ഈ സമയത്ത് തുർക്കിയും കിഴക്കൻ രാജ്യങ്ങളും നമ്മൾ പറഞ്ഞു പോകാൻ നേരത്തെ സെർബിയ, ഗ്രീക്ക്, ബൾഗേറിയ പോലുള്ള കുറച്ച് രാജ്യങ്ങൾ എന്താക്കി തമ്മിൽ, കിഴക്കൻ ഭാഗത്തുള്ള രാജ്യങ്ങളും തുർക്കിയും തമ്മിൽ എന്തുണ്ടായി? യുദ്ധമുണ്ടായി. ആ പോരാട്ടത്തിൽ തുർക്കി പരാജയപ്പെട്ടു. തുർക്കി പരാജയപ്പെട്ടതോടുകൂടെ പിന്നെയുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഈ ബാൽക്കൺ രാജ്യത്തുള്ള പ്രദേശങ്ങൾ ഈ രാജ്യങ്ങൾക്കൊക്കെ എന്താക്കണം? വീതിച്ച് നൽകണം. ഈ വീതിച്ച് നൽകുന്നതിൽ ഉണ്ടായ തർക്കമാണ് ഏത്? ബാൽക്കൺ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ വീതിച്ച് നൽകുന്നതിലുണ്ടായ തർക്കമാണ് ബാൽക്കൺ പ്രതിസന്ധി. ഈ ബാൽക്കൺ പ്രതിസന്ധിയിൽ സെർബിയ എന്ന് പറയുന്ന രാജ്യത്ത്, നമ്മൾ പറഞ്ഞു സെർബിയ ഉണ്ട്, ബൾഗേറിയ ഉണ്ട്, ഹംഗറി ഉണ്ട്, ഗ്രീക്കൊക്കെ ഉണ്ട് കിഴക്കൻ ഭാഗത്ത്. ഇതിൽ സെർബിയ ഫ്രാൻസ് സഹായിക്കുകയും ഹംഗറിയെ ജർമ്മനി സഹായിക്കുകയും ചെയ്തു. എങ്ങനെ? ഫ്രാൻസ് ആരെയാണ് സഹായിച്ചത്? സെർബിയയെ. ഹംഗറിയോ? അത് ഹംഗറിയെ ജർമ്മനിയും സഹായിക്കുകയും ചെയ്തു. ഇതെപ്പോഴാണ് നടക്കുന്നത്? ഈ ബാൽക്കൺ പ്രതിസന്ധി നടക്കുന്നത് ഏകദേശം 1912 എപ്പോൾ? 1912 ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ ബാൽക്കൺ പ്രതിസന്ധി ഇതും വല്ലാത്തൊരു യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് നടക്കുന്ന ഇതെല്ലാം ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളാണ്. പിന്നീട് നടക്കുന്ന വല്ലാത്തൊരു സംഭവമായിരുന്നു ഓസ്ട്രിയയിലെ ഇനി പുതിയ രാജാവ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കിരീടാവകാശി ആവേണ്ട വ്യക്തി, ഓസ്ട്രിയയിലെ പുതിയ രാജാവ് അല്ലെങ്കിൽ കിരീടാവകാശി ആവേണ്ട വ്യക്തിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡും ഭാര്യ സോഫിയയും ബോസ്ബി എന്ന രാജ്യത്തൂടെ നടക്കുകയായിരുന്നു. ബോസ്ബി എന്ന രാജ്യത്തൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഒരു സെർബിയൻ യുവാവ് വെടിവെച്ചു കൊന്നു. ഇവരെ വെടിവെച്ച് കൊല്ലുകയാണ്. ആരെ? ഫ്രാൻസിസ് ഫെർഡിനൻഡും സോഫിയയും. ആരാണ് ആ സെർബിയൻ യുവാവ്? ആരാണ്? ഗോവറിലെ പ്രിൻസിപ്പ്. അവർ ഫ്രാൻസിസ് ഫെർഡിനൻഡിനും ഭാര്യ സോഫിയയും വെടിവെച്ച് കൊന്നു. നമ്മൾ പറഞ്ഞു സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ വളരെ വലിയ പ്രശ്നം നടക്കുന്ന സമയമാണ്. അതിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ പറഞ്ഞു യൂറോപ്പിലെ കിഴക്കൻ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വന്നല്ലോ. ഏത്? ബാൽക്കൺ പ്രതിസന്ധി. ഈ സമയത്താണ് ഇതും കൂടി നടക്കുന്നത്. ഏത്? ഓസ്ട്രിയയുടെ പുതുരാജാവിനെ സെർബിയൻ പൗരൻ വധിച്ചു കളയുന്നത്. ഇതിനെ തുടർന്ന് സെർബിയക്ക് മേൽ ഓസ്ട്രിയ യുദ്ധം പ്രഖ്യാപിച്ചു. ഏതിനെ തുടർന്ന്? ഈ രാജകുമാരനെയും രാജകുമാരെയും വധിച്ച കാരണത്താൽ സെർബിയക്കെതിരെ ഓസ്ട്രിയ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ റഷ്യ സെർബിയയെ സഹായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് റഷ്യ പോയിട്ട് സെർബിയയെ സഹായിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ജർമ്മനി നമ്മൾ മാത്രം ആരെയും സഹായിക്കാതിരിക്കാൻ പാടില്ല, നമ്മൾ ഒരാൾ സഹായിക്കണം എന്നുള്ള രീതിയിൽ ജർമ്മനി പോയിട്ട് ഓസ്ട്രിയയും സഹായിച്ചു. ഹംഗറി എന്നീ രാജ്യങ്ങളൊക്കെ ജർമ്മനിയും സഹായിക്കാൻ തുടങ്ങി. റഷ്യ ആരെ സഹായിച്ചു? സെർബിയയെ. ഓസ്ട്രിയയും ഹംഗറിയും സഹായിച്ച ആരാണ്? ജർമ്മനി. അങ്ങനെ മറ്റു രാജ്യങ്ങളും, പിന്നെയും ലോകത്ത് ധാരാളം രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങളൊക്കെ ഓരോ ഭാഗത്ത് പോയി നിൽക്കാൻ തുടങ്ങി. ഓസ്ട്രിയ ഹംഗറിയെ സഹായിക്കുന്ന ജർമ്മനിയുടെ കൂടെ കുറച്ചാളുകൾ, അതുപോലെ റഷ്യ റഷ്യയോടുകൂടെ സെർബിയെ സഹായിക്കുന്ന റഷ്യയോടുകൂടെ കുറച്ചാളുകൾ, അങ്ങനെ പോയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള രാജ്യങ്ങളും തമ്മിൽ ഓരോ ഭാഗത്ത് കക്ഷി ചേർന്നു. ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും പടർന്നു. അഥവാ ഒരു തീപ്പൊരി പടരുന്ന പോലെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു സംഘം പടർന്നുപോയി. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം എന്ന പേരിൽ ഒരു യുദ്ധം, വല്ലാത്തൊരു യുദ്ധം ആരംഭിക്കുന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? സെർബിയയിൽ വെച്ച്. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ 2 കക്ഷികളായിട്ടാണ് തിരിഞ്ഞത്. നമ്മൾ പറഞ്ഞു സെർബിയയെ സഹായിക്കുന്ന റഷ്യ ഒരു ഭാഗത്ത്, ഓസ്ട്രിയ ഹംഗറിയെ സഹായിക്കുന്ന ജർമ്മനി ഒരു ഭാഗത്ത്. അങ്ങനെ 2 കക്ഷികളായിട്ട് മാറി. ഒന്ന് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ഈ ത്രികക്ഷി സഖ്യത്തിലുണ്ടായ രാജ്യങ്ങളായിരുന്നു ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി എന്നീ പറയുന്ന രാജ്യങ്ങൾ. ത്രികക്ഷി സൗഹാർദ്ദത്തിലോ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ.
ഇതാരെ സഹായിച്ചതായിരുന്നു? സെർബിയ സഹായിച്ചത്. ജർമ്മനി അവരാരെ സഹായിച്ചതായിരുന്നു? ഓസ്ട്രിയ ഹംഗറി പോലുള്ള രാജ്യങ്ങളെ സഹായിച്ചത്. ഓക്കെ, അങ്ങനെ രണ്ട് കക്ഷികളായിട്ട് ഇവിടെയുള്ള രാജ്യങ്ങൾ മാറുകയാണ്. അങ്ങനെ ഈ രണ്ട് കക്ഷികൾ തമ്മിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1914 മുതൽ 1918 വരെ നീണ്ട 4 വർഷമായിരുന്നു യുദ്ധം നീണ്ടുന്നത്. ഇത് വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, ഒന്നാം ലോക മഹായുദ്ധം. അതാ പല രാജ്യങ്ങൾ തമ്മിലും ഒരുമിച്ച് ഒരേ സമയത്ത് കക്ഷി ചേർന്ന് നടക്കുന്ന യുദ്ധമായിരുന്നു. അങ്ങനെ ഈ യുദ്ധത്തിൽ ലോകം അന്ന് വരെ കാണാത്തതായ ഒരു യുദ്ധമായിരുന്നു നടന്നിരുന്നത്. അന്ന് വരെ കാണാത്ത ആയുധങ്ങൾ പരീക്ഷിച്ച യുദ്ധമായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അപകടം പിടിച്ച യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അതിലും വലുതെന്ന് പറയട്ടെ, യുദ്ധ ടാങ്കുകൾ ആദ്യമായി ഉപയോഗിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിലാണ്. യുദ്ധ ടാങ്കുകൾ, ഈ യുദ്ധ ടാങ്കുകൾ ഉപയോഗിക്കുന്നത് ബ്രിട്ടനാണ്. ത്രികക്ഷി സൗഹാർദ്ദത്തിലുള്ള ഇംഗ്ലണ്ടാണ് എന്താക്കുന്നത്? യുദ്ധ ടാങ്കുകൾ ഉപയോഗിക്കുന്നത്. അതിലേറ്റവും വലുതെന്ന് പറയുന്നത് വിഷവാതകങ്ങൾ ഉപയോഗിച്ചു എന്നാണ്. ഏറ്റവും നിർജീവകരമെന്ന് പറയട്ടെ, ഏറ്റവും വൃത്തികെട്ടെന്ന് പറയട്ടെ, തൻ്റെ ശത്രുവിൻ്റെ മേൽ വിഷവാതകങ്ങൾ അങ്ങ് ഉപയോഗിക്കുകയാണ് ആര്? ജർമ്മനി. അങ്ങനെ ഉപയോഗിച്ച രാജ്യമാണ് ജർമ്മനി. അതുപോലെ പ്രസിദ്ധമായ യു ബോട്ട് ഉപയോഗിച്ച രാജ്യം അതും ജർമ്മനിയാണ്. എന്താ യു ബോട്ട് എന്ന് പറഞ്ഞാൽ? അതെ, മുങ്ങിക്കപ്പൽ. എന്താണ്? മുങ്ങിക്കപ്പൽ. ഈ മുങ്ങിക്കപ്പൽ ഉപയോഗിച്ച അല്ലെങ്കിൽ അന്തർവാഹിനി ഉപയോഗിച്ച രാജ്യം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ അന്തർവാഹിനി ഉപയോഗിച്ച രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നടന്ന ഒരു യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു യു ബോട്ട് ഉപയോഗിച്ചു, അതുപോലെ ആദ്യമായിട്ട് യുദ്ധ ടാങ്കുകൾ ഉപയോഗിച്ചു. ബ്രിട്ടൻ യുദ്ധ ടാങ്കുകൾ ഉപയോഗിച്ചു. തൻ്റെ ശത്രുവിൻ്റെ മേലുള്ള വാതകങ്ങൾ ഉപയോഗിച്ചു. ആര്? ജർമ്മനി. ഇത് രണ്ട് കക്ഷികൾ ചേർന്നിട്ടുള്ള യുദ്ധമായിരുന്നു. ലോകം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു യുദ്ധം കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് സാമ്രാജ്യത്വം എങ്ങനെ ഉണ്ടായി, വ്യാവസായിക വിപ്ലവം ഈ സാമ്രാജ്യത്വവും ഒന്നാം ലോക മഹായുദ്ധത്തിലും എത്രത്തോളം പങ്കുവഹിച്ചു എന്നുള്ളതിന് ആദ്യം നമ്മൾ വ്യാവസായിക വിപ്ലവം സാമ്രാജ്യത്വവും പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്ക കാലഘട്ടം നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, അതിൽ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ താഴെയുള്ള നമ്പറിലൂടെ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ MSVU ടോക്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും ഷെയറുമാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ചാനലിലേക്ക് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബുമാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അറിയുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് നല്ലൊരു വിജയം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു. നല്ലൊരു ദിനം ആശംസിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.